കേരളത്തിന്റെ നിയമസഭാ സമ്മേളനം വളരെ തകൃതിയായി നടക്കുകയാണ്. അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘർഷഭരിതമായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ കടന്നുപോയത്. ഈസ് ഓഫ് ഡൂയിങ് റാങ്കിനെ ചൊല്ലിയാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രി പി രാജീവും രാഹുൽ മാങ്കൂട്ടം MLA-യും ഏറ്റുമുട്ടിയത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം കൂടുതൽ സഭയിൽ വിവരിച്ചപ്പോൾ കുറച്ചു സമയം വഴങ്ങിക്കൊടുത്ത മന്ത്രി രാജീവ് ഏറ്റവും പുതിയ അംഗമായ രാഹുൽ മാങ്കൂട്ടത്തിനെ ചിലത് പഠിപ്പിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്തോ പി രാജീവാണെങ്കിലും കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ നിയമസഭയിലേക്ക് ജയിച്ചു വന്നത്. പക്ഷെ 3.5 വർഷത്തിന് ശേഷം എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ ചെറുതായിട്ടുള്ള ഒരാളായി കാണുകയും ഇത്രയും ജൂനിയർ ആയ ഒരാളേക്ക് തങ്ങൾ വഴങ്ങിക്കൊടുക്കില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ് മന്ത്രി രാജീവ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ സാമാജികൻ CPM-നൊരു തലവേദന തന്നെയാണ് സഭയിൽ എന്ന് ഇന്നും വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. അതോടെ സ്പീക്കറും മന്ത്രി രാജീവും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA-യെ നേരിട്ടത്. കൂടെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനും വിമർശിക്കാനും മുതിർന്ന രാഹുലിനോട് ഇത് ചാനൽ ചർച്ചയല്ലെന്നും ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന ഒരു സഭയാണെന്നും മന്ത്രി രാജീവ് ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണാമായിരുന്നു. ഏതായാലും സാധാരണ കാര്യങ്ങൾ തട്ടിവിടാറുള്ള CPM-നും സർക്കാരിനും എതിർ ചോദ്യങ്ങളെ ഭയമാണ് എന്നുള്ളത് ഇന്നും വളരെ വ്യക്തമായിരിക്കുന്നു. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ അവർ അസഹിഷ്ണുതരാകും. അത് പണ്ടേ ഉള്ളതാണ്. ചിലപ്പോൾ ബഹളം വെച്ചെന്നും വരും. ഏതായാലും നമുക്ക് സഭയിലെ ആ പ്രകടനം ഒന്ന് കണ്ടു നോക്കാം. 28 കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം, 1 കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിനെതിരായതുകൊണ്ടാണ്, നിങ്ങൾ കേരള വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ്. ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. പീയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ. അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത്? അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയേനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ. അത് അദ്ദേഹം പറഞ്ഞു. രാഹുൽ നിങ്ങൾക്ക് അവസരം തന്നു, വീണ്ടും വീണ്ടും ബഹളം ഉണ്ടാക്കിയത് അവിടെ ഇരിക്കെ. നിങ്ങൾക്ക് ഓരോ അവസരം തന്നില്ലേ? വീണ്ടും വീണ്ടും ബഹളം വെച്ചാലോ? ഈ സഭയിൽ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്കൊന്നും അങ്ങനെ വഴങ്ങാറില്ല. ഇവിടെ ആരും. എന്നാൽ ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു, ഞാൻ വഴങ്ങിയതാ. ഇത് ചാനലിലെ ചർച്ചയല്ല, ഇത് നിയമസഭയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ്. ഇവരകത്ത് അതിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്. രാഹുൽ ഒരു ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം മിനിസ്റ്റർ തരില്ല. മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ. അല്ലാണ്ട് രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല.